അസ്സലാമലൈക്കും. പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് 12 മണിക്ക് പരീക്ഷയ്ക്ക് പോകേണ്ട ആളാണ് കേട്ടോ കിടന്നുറങ്ങണത്. ഇപ്പോൾ സമയം എത്രയെന്നറിയോ? 10:30. ഇന്ന് കലാകായികമാണ് പരീക്ഷ എന്നൊക്കെ പറഞ്ഞിട്ട് പഠിക്കാനൊന്നുമില്ല എന്നൊക്കെ പറഞ്ഞിട്ട് സുഖസുന്ദരമായിട്ട് കിടന്നുറങ്ങുക. ഞാൻ വിചാരിച്ചപ്പോൾ റൂമിലിരുന്ന് പഠിക്കുകയായിരിക്കും എന്ന് വിചാരിച്ചത്. വന്ന് നോക്കിയപ്പോൾ നല്ല ഉറക്കം. കണ്ട, എല്ലാവരും ആ ചുട്ടനും ഇഷമോളൊക്കെ സ്കൂളിൽ പോയി. ആരുടെ ശല്യം ഇല്ലാണ്ട് സുഖമായിട്ട് റൂമിൽ വന്നിട്ട് ചെറിയൊരു മഴച്ചാറലൊക്കെ ഉണ്ട്, ചെറിയൊരു തണുപ്പൊക്കെ ഉണ്ട്. അപ്പോൾ അവൻ കിടന്നുറങ്ങുക. എടാ, നമുക്ക് പരീക്ഷ ഉള്ളതല്ലേ ഇന്ന്? എന്നിട്ട് എന്തീ കിടന്നുറങ്ങണ്? ഒന്നുമില്ലാന്നാ? ഇപ്പം സമയം എന്താ വെച്ചിട്ട് പോന്നാ? എത്ര മണിക്ക് പോകണം? എനിക്ക് എപ്പോഴാണ് പോകണ്ടേ? ഏത് ബസ്സിലാണ് പോകണ്ട്? പോന്നാ? ഇന്ന് പരീക്ഷ ഉണ്ടാ? ഏത് ബസ്സിലെന്ന് പരീക്ഷയ്ക്ക് പോണ്? അപ്പം ഇപ്പം സമയം എന്താ വെച്ചിട്ടാ? 11:45. നിനക്ക് കുളിക്കണ്ടേ? എന്നിട്ട് എന്താ കിടന്നുറങ്ങണ നീ ഏത് ബസ്സിൽ പോവാനാ? ഇനിയും കിടന്ന് അടി കിട്ടുണ്ടായിരുന്നു. മര്യാദയ്ക്ക് എണിച്ച് പോയിട്ട് കുളിച്ചോ. എനിക്ക് പോടാ, പോയിട്ട് തോർത്തുമുണ്ടെടുത്ത് പോയി കുളിക്കടാ. എന്താ എൻ്റെ സുഖം, സുഖിച്ച് കിടന്നുറങ്ങുക. പരീക്ഷ ഉള്ള ആള്. എനിക്ക് എവിടുന്ന് ഇതേ തോർത്ത് എടുക്കണു. എടുക്ക്, ഞാൻ വടിയെടുത്തിട്ട് വരട്ടെ. അതെനിക്ക് മടിയിലേക്കല്ല തോർത്തെടുക്ക്. പോയി കുളിക്ക്. നനഞ്ഞ തോർത്ത് പറ്റില്ല. ഒന്ന് അലമാരയിൽ നിന്റെ പുതിയ ചുരിദാർ എടുത്തോ, ഉണങ്ങിയിട്ടിരിക്കണത്. മടിയൻ. അപ്പം എല്ലാവരും കുഞ്ഞുവിൻ്റെ തനി സ്വഭാവം കണ്ടില്ലേ? ഇതാണ് അവൻ്റെ സ്വഭാവം കേട്ടോ. എന്താ പറയുക, പഠിക്കാനാന്ന് പറഞ്ഞിട്ട് റൂമിൽ കയറി ഇരുന്നിട്ട് അസലായിട്ട് കിടന്ന് ഉറങ്ങി. അപ്പം നമുക്ക് ഈ വർഷത്തെ ആദ്യത്തെ ഇടിച്ചൊക്കെ നമുക്ക് കിട്ടിയിട്ടുണ്ടായിരുന്നു കേട്ടോ. കിട്ടിയിട്ടൊക്കെ കുറച്ച് ദിവസമായി. അതിൻ്റെ തൊലിയൊക്കെ കളഞ്ഞിട്ടേക്ക് ശില്പം കൊടുന്നു. ഞാനതങ്ങനെ ഫ്രിഡ്ജിൽ വെച്ചിട്ടായിരുന്നു. പിന്നെ അതങ്ങനെ മറന്നു. ഓരോ ദിവസം ഓരോന്നുണ്ടാവും. അപ്പോൾ പിന്നെ അത് പിന്നെ ചെയ്യാമെന്ന് വിചാരിച്ചിട്ട് അങ്ങനെ ഇരുന്നിട്ട് പിന്നെ ചെറിയ 2 കഷ്ണം ഉണ്ടായിരുന്നുള്ളൂ. അത് ഞാൻ മുതിരിട്ടിട്ട് ഉപ്പേരി വെച്ചു കേട്ടോ. എന്നിട്ട് അതിന് കുറച്ച് ഞാൻ ഉമ്മാക്ക് കൊടുത്തേച്ചു. ഉമ്മാക്ക് അങ്ങനത്തെ ഒക്കെ ഭയങ്കര ഇഷ്ടമല്ലേ. വയസ്സായവരതിന് ചക്ക, മാങ്ങ, ഇടിച്ചക്ക, കടച്ചക്ക അങ്ങനെയുള്ളതൊക്കെ ഭയങ്കര ഇഷ്ടമാവില്ല. അപ്പോൾ ഞാൻ ആകെ ഇത്തിരി ഉണ്ടായിരുന്നുള്ളൂ. അതിന് ഞാൻ പകുതിയോളം ഉമ്മാക്ക് കൊടുത്തേച്ചിട്ടാ. പിന്നെ നമ്മൾ ഗ്രീൻ ചില്ലിയുടെ മസാലയൊക്കെ കൂട്ടി വെച്ചിട്ടുണ്ടായിരുന്നില്ലേ, ചിക്കൻ. അപ്പോൾ അത് ഞാൻ വറുത്തത് പിറ്റേ ദിവസം കേട്ടോ ഫ്രിഡ്ജിൽ വെച്ചേക്കായിരുന്നു. നന്നായി മസാലയൊക്കെ പിടിച്ച് നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ ഇതുപോലെ ഒന്ന് നിങ്ങൾ ചെയ്ത് നോക്കിയൊക്കെ, സൂപ്പർ ടേസ്റ്റ് ആട്ടോ. ഇത്ര എണ്ണ ഒന്നും ഒഴിക്കേണ്ട കേട്ടോ. എന്നിട്ട് ചോദിച്ചപ്പോൾ കൂടിപ്പോയി. അത് പരന്ന പാത്രത്തിലായി കാരണമാണ് അത്രയും തോന്നണത്. പക്ഷെ അത്രയും വേണ്ടി വന്നില്ല കേട്ടോ. പിന്നെ ഞങ്ങൾ വൈകുന്നേരത്ത് എല്ലാവരും കൂടിയിട്ട് പൊറോട്ട മേടിക്കാമെന്ന് പറഞ്ഞിട്ട് പൊറോട്ട ഞങ്ങളും വാങ്ങിച്ചു. പിന്നെ അവിടുന്ന് ശില്പിയും അവരും വാങ്ങിച്ചു കേട്ടോ. പൊറോട്ട മേടിച്ചിട്ട് ചിക്കൻ കറി എന്തായാലും ഉണ്ടല്ലോ എന്ന് പറഞ്ഞിട്ട് പൊറോട്ട മേടിച്ചിട്ട്. കുഞ്ഞുവിനാണ് ഏറ്റവും ഇഷ്ടപ്പെട്ട പൊറോട്ട. എനിക്കൊന്നും വലിയ കാര്യമായിട്ട് പോവില്ല, ഒരെണ്ണമൊക്കെ ഞാൻ കഴിക്കുള്ളൂ. ആച്ചൂട്ടനൊക്കെ ഒരെണ്ണത്തിൻ്റെ മുകളിൽ കുറേ നേരം ഇരിക്കും. കുഞ്ഞു 2-3 കഴിക്കട്ടോ. അവന് ഭയങ്കര ഇഷ്ടമാണ് പൊറോട്ട. പിന്നെ പൊറോട്ട കഴിയോളം ചോറ് കഴിക്കില്ല, അതന്നെ കഴിക്കുള്ളൂ. അത്ര ഇഷ്ടം. പിന്നെ സംഭവം വയറ് കംപ്ലൈൻറ്റ് വരും. പൊറോട്ട അത്ര നല്ലതൊന്നല്ല, മൈദല്ലേ. പക്ഷെ നമ്മൾ എപ്പോഴൊന്നും മേടിക്കാറില്ല, എപ്പോഴെങ്കിലുമൊക്കെ വാങ്ങിക്കുള്ളൂ കേട്ടോ. അങ്ങനെ ഒരു 10 പൊറോട്ടയൊക്കെ മേടിക്കുള്ളൂ. അത് എന്നിട്ട് ഞാൻ 2 ദിവസമായിട്ടാണ് കഴിഞ്ഞിരിക്കുന്നത് കേട്ടോ. അങ്ങനെ അത് അവൻ ആസ്വദിച്ചിരുന്നിട്ട് ഇങ്ങനെ പൊറോട്ട കഴിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇഷമോളും ആച്ചൂട്ടനും വേണോ വേണ്ടേ വെച്ചിട്ടൊക്കെ താഴെ ഇരുന്നിട്ട് കഴിക്കുന്നുണ്ട്. ആച്ചൂട്ടന് ചോറാണ് കേട്ടോ ഏറ്റവും ഇഷ്ടം. അങ്ങനെ ഞങ്ങൾ പൊറോട്ട ഒക്കെ കഴിച്ച് പിള്ളേരൊക്കെ അതിൻ്റെ മത്ത് പിടിച്ച് കിടന്നുറങ്ങി. അപ്പം ഞാൻ വൈകുന്നേരത്ത് ഇങ്ങനെ ഒരു 11 മണിയൊക്കെ ആകുമ്പോൾ അവിടെ ഇങ്ങനെ ഇരുന്നപ്പോൾ ശില്പ വന്നിട്ട് എനിക്ക് മൈലാഞ്ചി ഇട്ട് കേട്ടോ. ഇഷമോൾക്കൊക്കെ അവൾ ഇട്ട് കൊടുത്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതാണ് അവൾ ക്യാമറയുടെ മുന്നിൽ ഇങ്ങനെ കാണിക്കുന്നത്. അപ്പോൾ എനിക്കും ഇട്ട് തരാം കേട്ടോ. എനിക്ക് ആദ്യം നന്ദൂട്ടനെ ഇട്ടെന്താ അവൻ്റെ മോന് നടുക്കത്തെ പൂവുണ്ടല്ലോ അത്. പക്ഷേ അത് പിന്നെ ഞാൻ ഇട്ട് തരാൻ പറഞ്ഞിട്ട് അവൾ അങ്ങനെ വാങ്ങിച്ചേട്ടാ. പിന്നെ ഇതാ എൻ്റെ പേര് റഷിദയുടെ പേരൊക്കെ അവിടെ എഴുതി. പിന്നെ എന്തൊക്കെയോ വരച്ചു കൂട്ടുന്നിട്ട്, എന്തൊക്കെയോ വരയ്ക്കണമെന്ന് അവൾക്ക് തന്നെ അറിയില്ല. അവൾ അങ്ങോട്ട് വരച്ചു, ഞാൻ കൈ കാണിച്ചു കൊടുത്തു. അപ്പോൾ ഇതാ മോനെ നിന്ന് നോക്കുകയാണ്, എന്താ വരയ്ക്കണമെന്ന് നോക്കുക കേട്ടോ. പിന്നെ ഇഷമോൾ മാത്രം ഉറങ്ങിയിട്ടുണ്ടായിരുന്നില്ല, ബാക്കിയുള്ളവരൊക്കെ ഉറങ്ങിയിട്ട്. ഇഷമോൾ
നന്ദൂട്ടനും ഉറങ്ങിയിട്ടില്ല. ആച്ചൂട്ടനും കുഞ്ഞും ലാലാലിയും ഒക്കെ ഉറങ്ങിയിട്ടോ. അതൊക്കെ കഴിഞ്ഞ് അത് അങ്ങനെ വൈകുന്നേരത്ത് കഴിഞ്ഞത് പിറ്റേ ദിവസത്തെ വീഡിയോ ആണ് കേട്ടോ. പിറ്റേ ദിവസം പിന്നെ ഇന്നലെ ഞാൻ വീഡിയോ ഇട്ടിട്ടില്ല കേട്ടോ. ഇന്നലെ വീഡിയോ ഇട്ടില്ല എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വീഡിയോ ഇട്ടില്ല അത്ര തന്നെ. അപ്പോൾ പിന്നെ അത് കുറേ തുണികളൊക്കെ അലക്കാണ്ടായിരുന്നു. അതൊക്കെ അലക്കി ഞാൻ തോരയിടുകയാണ്. ഇന്നലെ ഇവിടെ പാമ്പിനൊക്കെ കണ്ടിട്ട് നമ്മളോടല്ല സൊസൈറ്റിയിൽ ചെറിയൊരു പാമ്പൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ. അതിനൊക്കെ തല്ലിക്കൊന്ന് എല്ലാവരും കൂടിയിട്ട്. അതൊക്കെ കഴിഞ്ഞ് മക്കളെ ഞാൻ തിരുമ്പലൊക്കെ കഴിഞ്ഞ് കുളിയൊക്കെ കഴിഞ്ഞ് എനിക്കൊരു പൂതി തണുത്ത ചോറ് തിന്നണം. അതായത് നമ്മുടെ വെള്ളച്ചോറുണ്ടല്ലോ, അത് കഴിക്കാനൊരു പൂതി. അപ്പോൾ ഞാനിതാ വെള്ളത്തിൽ ചോറൊക്കെ ഇട്ട് വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ തലേ ദിവസം. അപ്പോൾ ഇതാ നമ്മൾ നെല്ലിക്ക, ഉപ്പിലിട്ട നെല്ലിക്ക ഉണ്ടല്ലോ, അതിൻ്റെ മുളക് കടിക്കാൻ എന്തൊരു ടേസ്റ്റ് വെച്ചിട്ടാണ്. അപ്പോൾ ഉപ്പ് പിടിച്ച് എരിവൊന്നുമില്ല കേട്ടോ മുളക്, അങ്ങനെ എരിവൊക്കെ ആ സുർക്കയിൽ പിടിച്ചേക്കണം. എന്താ പറയുക, തൈര് ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്, 2 നെല്ലിക്ക ഇട്ടിട്ടുണ്ട്, അതിലത്തെ മുളക് 2 ഇട്ടിട്ടുണ്ട്. പിന്നെ നമ്മുടെ കടുമാങ്ങ അച്ചാർ, ഒരു കഷ്ണം ഗ്രീൻ ചില്ലി ചിക്കൻ ഇട്ടിട്ട് നമ്മളിതാ ചമ്മന്തി ഉണ്ട് കേട്ടോ, ഉള്ളി ചമ്മന്തി ഉണ്ട്, എല്ലാം കൂടിയിട്ട് നമ്മൾ കൂട്ടിക്കുഴച്ച് ഞാൻ കഴിക്കുകയാണ്. സൂപ്പർ ടേസ്റ്റ് കേട്ടോ. കുഞ്ഞു കഴിച്ചു, കുഞ്ഞു ജീവിതത്തിൽ ആദ്യമായിട്ടാണ് കഴിക്കുന്നത്, അവന് ഭയങ്കര ഇഷ്ടമായിട്ടാണ്. അപ്പോൾ ഇത് കണ്ടിട്ട് വായിൽ വെള്ളം വരുന്നവരുണ്ടെങ്കിൽ ഒന്ന് കമൻറ്റ് ചെയ്തോളെ. വോയിസ് കൊടുക്കുമ്പോൾ തന്നെ എനിക്ക് വായിൽ നിന്ന് വെള്ളം വരുന്നത് കേട്ടോ. മുളകൊക്കെ കടിക്കുന്ന കാണുമ്പോൾ നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു. നമ്മൾ ആദ്യമൊക്കെ പണ്ട് നമ്മുടെ വീട്ടിൽ എപ്പോഴും തണുത്ത ചോറ് കഴിച്ചിരുന്നു കേട്ടോ. ഞങ്ങൾ തണുത്ത ചോറ് എന്നാണ് പറയുക, വെള്ളച്ചോറ് എന്നല്ല പറയുക, ശരിക്കും പഴങ്കഞ്ഞി എന്നൊക്കെ പറയുക. പക്ഷേ ഇപ്പോൾ ഒന്നും കഴിക്കാറേ ഇല്ല കേട്ടോ. അപ്പോൾ ഇന്ന് എനിക്ക് നല്ലൊരു പൂതിയായിട്ട് ഞാൻ കഴിച്ചതാണ്. പഴഞ്ചോറ് കഴിക്കണമെന്ന് നല്ല പൂതിയിലായിരുന്നു. അപ്പോൾ അങ്ങനെ പൂതി മാറ്റാൻ വേണ്ടി കഴിച്ചേട്ടാ. അപ്പോൾ ഐഷമോൾക്കും ആച്ചൂട്ടനും ഞാൻ ഇതുവരെ കൊടുത്തിട്ടില്ല, കുഞ്ഞൊന്ന് കഴിച്ചു കേട്ടോ. പിന്നെ ശില്പയുടെ മോനോട് ഞാൻ പറഞ്ഞപ്പോൾ അവൻ പറഞ്ഞു അവൻ്റെ വിചാരം പഴഞ്ചോറ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പഴമൊക്കെ ഇട്ടിട്ടുള്ള ചോറാണെന്ന് വിചാരിച്ചിട്ടിരിക്കുന്നത്. ഇപ്പോഴത്തെ കുട്ടികൾക്ക് അതെന്താണെന്ന് പോലും അറിയില്ല. അപ്പോൾ കുട്ടികൾക്കൊക്കെ കൊടുക്കുന്നതൊക്കെ നല്ലതാട്ടോ, അതൊക്കെ ശീലിപ്പിക്കുന്നത് നല്ലതാണ്. പഴഞ്ചോറൊക്കെ കഴിക്കണം ശരിക്കും പറയുകയാണെങ്കിൽ, നല്ല ടേസ്റ്റാണ്. നമ്മൾ ചോറൊന്നും നാശമായ ചോറൊന്നും കൊടുക്കരുത് കേട്ടോ, നല്ല ചോറ് വേണം കൊടുക്കാൻ. ഇപ്പോഴാണെങ്കിൽ ഓരോ അസുഖങ്ങളൊക്കെ ഉള്ളതല്ലേ, അപ്പോൾ നല്ല ചോറ് വേണം കൊടുക്കാൻ വേണ്ടിയിട്ട്. മൺകുടുക്കയിൽ ഇട്ട് വെച്ചാൽ മതി, അപ്പോൾ നല്ല ചോറ് കേടുവരാതെ നമുക്ക് കിട്ടും. എന്നിട്ട് ആ ചോറ് എടുത്തിട്ട് രാവിലെ പിള്ളേർക്ക് കൊടുക്കുക. അപ്പോൾ ഞാൻ 4 മണിയാകുമ്പോൾ പഴംപൊരി ഉണ്ടാക്കാമെന്ന് വിചാരിച്ചു കേട്ടോ. അപ്പോൾ പഴമൊക്കെ മേടിച്ചു കൊടുന്നു. സണ്ണിയുടെ കടയിൽ നല്ല കറുത്ത കളറായിട്ടുള്ള പഴം ഉണ്ടായിരുന്നു. നല്ല പാകമായിട്ടുള്ള പഴം ഉണ്ടല്ലോ, പഴംപൊരി ഉണ്ടാക്കാൻ പറ്റിയ പഴം, അങ്ങനത്തെ പഴം ഉണ്ടായിരുന്നു. അപ്പോൾ ഞാൻ വിചാരിച്ചൊന്ന് പഴംപൊരി ഉണ്ടാക്കാമെന്ന്. പിന്നെ കുറച്ച് ചിക്കൻ കറിയും കൂടി ബാക്കി ഉണ്ടായിരുന്നു. അപ്പോൾ നമുക്ക് പഴംപൊരിയും ചിക്കൻ കറിയും കൂടി കഴിക്കാമല്ലോ എന്ന് വിചാരിച്ചിട്ട് കുറച്ച് പഴംപൊരി ഉണ്ടാക്കിയിട്ടാ. അതിതാ പിള്ളേരൊക്കെ സ്കൂളിട്ട് വന്നിട്ട് എല്ലാവരും കൂടിയിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ പിടിയും വേലിയൊക്കെ കൂടിയിട്ട് ഇത് തിന്നുന്നുണ്ട്. അപ്പോൾ ചിക്കൻ കറി കൂട്ടിയിട്ട് പഴംപൊരി കഴിക്കാൻ നല്ല ടേസ്റ്റാണ്. അപ്പോൾ അവർക്ക് ഭയങ്കര ഇഷ്ടമാണ്. അപ്പോൾ അവരുടെ ഇഷ്ടത്തിന് അങ്ങനെ ഉണ്ടാക്കിയപ്പോഴൊക്കെ നമുക്ക് ഉണ്ടാക്കി കൊടുക്കാൻ പറ്റുള്ളൂ. അപ്പോൾ ഉണ്ടാക്കി കൊടുത്തു കേട്ടോ. അപ്പോൾ ഇന്നത്തെ വിശേഷങ്ങളും ഒക്കെ ഇത്രയൊക്കെ തന്നെ ഉള്ളൂ. എല്ലാവർക്കും നമ്മുടെ വീഡിയോ ഒക്കെ ഇഷ്ടമാവുമെന്ന് വിചാരിക്കുന്നു. വീഡിയോ കണ്ടുകൊണ്ടിരിക്കുന്നത് ആരെങ്കിലും സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഇപ്പോൾ തന്നെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തോളൂ കേട്ടോ, അല്ലെങ്കിൽ മറന്നു പോകും. പിന്നെ ലൈക്ക് ചെയ്യാൻ മറന്നിട്ടുണ്ട്, ലൈക്ക് ചെയ്യാൻ മറന്നവരൊന്ന് ലൈക്ക് ചെയ്തോ, അല്ലെങ്കിൽ അതും മറന്നു പോകും. വീഡിയോ കണ്ടിട്ട് ഇങ്ങനെ പോകും, എൻ്റെ വർത്താനം കേട്ടിട്ട് ഇങ്ങനെ കണ്ടിട്ട് പോകും. പക്ഷേ ചിലപ്പോൾ ലൈക്ക് ചെയ്യാനൊക്കെ മറക്കും. അപ്പോൾ ചായ കുടിയൊക്കെ കഴിഞ്ഞിട്ടാണ് ഞങ്ങൾ പുറത്തേക്ക് ഒന്ന് ഇറങ്ങി, പാത്രം കൂടി കഴിക്കാണ്ടൊന്ന് ഇറങ്ങിയിട്ട്. അപ്പോൾ കുട്ടികൾ കുറേ നേരം അവിടെ പുറത്തൊക്കെ കളിച്ചു. ഞാനിതാ ശില്പയുടെ മോനെയൊക്കെ വെച്ചിട്ട് ഇങ്ങനെ ഇരിക്കുന്നുണ്ട്. ശില്പ അപ്പുറത്ത് എന്തൊക്കെയോ ഫോണിൽ തോണ്ടിക്കൊണ്ടിരിക്കുന്നുണ്ട്. കുറേ നേരം ഞങ്ങൾ അവിടെ ഇരുന്നു കേട്ടോ. അതൊക്കെ കഴിഞ്ഞിട്ട് കുറേ കഴിഞ്ഞിട്ടാണ് അകത്തൊക്കെ കയറി. പിന്നെ എല്ലാവരെയും കുട്ടികളൊക്കെ മേലൊക്കെ കഴുകി അകത്തൊക്കെ കയറി ഇരുന്നിട്ട് ഐഷമോളിൻ്റെ അടുത്ത് ഇരുന്നിട്ട് ടിക്കറ്റ് എടുക്കുന്നുണ്ട്. അപ്പോൾ നാളെ നല്ലൊരു വീഡിയോ ആയിട്ട് നാളെ വരാം. അതിലേക്ക് എല്ലാവർക്കും ബൈ.